ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ ടു ഓൾ. മകരം 1, മകരസംക്രാന്തി, മകരവിളക്ക്, പിന്നെ മകരച്ചൊവ്വ, അങ്ങനെ എല്ലാം തികഞ്ഞ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊങ്കൽ കഴിക്കാൻ പോവാം കേട്ടോ. പൊങ്കൽ ഞാനും ഉണ്ടാക്കി. എന്താ പറയുക, ആദ്യം പച്ചരി, പിന്നെ ചെറുപരിപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് അതായത് ഒന്ന് വറുത്തിട്ട് കുതിർത്തി, പിന്നെ പാനയിൽ, അതായത് ഞാൻ കാണിക്കാം, എൻ്റെ വീഡിയോ ഇടയ്ക്ക് ക്ലിപ്പിടാം. അതിൽ ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് അത് തിളച്ച് പൊങ്ങി വരണം. അപ്പോഴാണ് കേട്ടോ പൊങ്കൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നിറഞ്ഞ സമൃദ്ധിയായിട്ടുള്ള ഒരു പൊങ്കൽ ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അത് നന്നായിട്ട് പരിപ്പും അരിയൊക്കെ ഇട്ട് വേവിച്ച് ശർക്കരയൊക്കെ ഇട്ട് അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ച്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളവർക്ക് അത് വറുത്തിടാം. അതിനെ കുറച്ച് നേരം ഒന്ന് വറ്റി വന്നിട്ട്, അപ്പോൾ ഇതുപോലെ ഏകദേശം നമ്മുടെ പായസമൊക്കെ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ചൂടാറും തോറും അതൊന്ന് കട്ടിയായിട്ട് വരും. അങ്ങനെ ഞാനും പൊങ്കലുണ്ടാക്കി. ഞാനും കാലത്ത് തന്നെ എണീറ്റു, എല്ലാ പണികളൊക്കെ വേഗം തീർത്തിട്ട് പൊങ്കലുണ്ടാക്കി. കാരണം നമ്മുടെ വർഷത്തിൽ വല്ലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആഘോഷങ്ങളൊക്കെ, അത് നമ്മളൊന്നും മുടക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം ആ ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കേട്ടോ, എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ മുടക്കാത്ത രീതിയിൽ എന്നെക്കൊണ്ടാവുന്നത് എന്താണോ അത് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഒക്കെ ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുള്ള അറിവല്ല കേട്ടോ. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഓരോ ബുക്കിലോ, ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കൂടുതലും നോക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഓരോ സ്റ്റേറ്റിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഞാൻ അതൊക്കെ ഒന്ന് കോപ്പി അടിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്കിതൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ ക്രമമായിട്ട് ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഇതൊന്നും മുടക്കമില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ വിശേഷങ്ങളും കൊണ്ടാടുന്നത് നമ്മുടെ കുടുംബ നന്മയ്ക്ക് വേണ്ടി എന്നാണ് പറയാറില്ലേ. അപ്പോൾ നമ്മളൊരു വീട്ടമ്മയാകുമ്പോൾ നമ്മളല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. കാരണം വീട്ടിലെ ആണുങ്ങൾക്ക് അത് സമയം ഉണ്ടാവില്ല. അവർ ജോലിക്ക് പോകുന്നു, വരുന്നു, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലായിരിക്കും. മക്കൾ പഠിക്കണ സമയത്ത് അവർക്ക് അതിനൊന്നും, അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ വേണ്ടി അതൊക്കെ ഒന്ന് എന്താ പറയുക, മേൽനോട്ടം വഹിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും എൻ്റേതായ രീതിയിൽ ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് 1/4 ഗ്ലാസ് പാലൊഴിച്ച് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ അരിയും ചെറുപരിപ്പും കൂടി ചേർക്കും. ആവശ്യത്തിന് ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് വറ്റിക്കും. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കൽ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള, അതൊക്കെ ഒരു കാലത്ത് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല. ഒക്കെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ പാലക്കാട് സൈഡൊക്കെ ഇപ്പോഴും, കൽപ്പാത്തി സൈഡൊക്കെ കുറച്ച് ആ അനുഷ്ഠാനങ്ങളൊക്കെ നോക്കി വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെയൊന്നും അങ്ങനെ അധികമൊന്നും ഇല്ല. പിന്നെ നമ്മളായിട്ട് ഒക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളായിട്ട് തന്നെ അനുഷ്ഠിക്കുക. നമ്മൾ അനുഷ്ഠാനം വേണോ വേണ്ടോ നമ്മൾ തന്നെ തീരുമാനിക്കുക. അതെല്ലാവർക്കും അവരവരുടെ മതത്തിനനുസരിച്ച് അവരവരുടെ ഓരോ വിശേഷങ്ങളും നമുക്ക് അവനവൻ തീരുമാനിക്കണം അല്ലേ. അപ്പം ഞാൻ തീരുമാനിച്ചു ഒന്ന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പം ഞാൻ ഇന്ന് പൊങ്കലുണ്ടാക്കി, ഇന്നലെ തിരുവാതിര കളി ഉണ്ടാക്കിയത് കണ്ടില്ലേ. അപ്പം അങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ നമ്മളെക്കൊണ്ടാവുന്നത് എന്താണോ നമ്മുടെ കുടുംബ നന്മയ്ക്ക്, കുടുംബത്തിൻ്റെ എന്താ പറയുക, ആയുരാരോഗ്യ സൗഖ്യത്തിന്, സമ്പൽ സമൃദ്ധിക്ക്, എല്ലാത്തിനും വേണ്ടി നമ്മൾ തന്നെ ഇത് മേൽനോട്ടം വഹിച്ച് ചെയ്യുക. ശരിയല്ലേ? ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കാവുമ്പോൾ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകുന്നവർ 99% ജോലിക്ക് പോകുന്നവരാണ്. പ്രായം മറന്ന് എല്ലാവരും പണിയെടുക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ തിരക്കിനിടയ്ക്ക് ഇപ്പോൾ ഇതെല്ലാം പറ്റിയെന്ന് വരില്ല കേട്ടോ, അതൊരു പോയിൻ്റാണ്. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി കുറച്ച് നേരം നമ്മളെക്കൊണ്ടാവുന്നത് ഒന്ന് ആ നിവേദ്യം പോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുക, എന്നിട്ട് നമ്മളും കഴിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഞാൻ അതേ പറയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാവർക്കും മെനക്കെടാൻ കുറച്ച് മടിയാണ്. ഓരോക്കെ പണിയെടുക്കാനും എന്താ പറയുക, ഇതൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു അഡീഷണൽ ജോലിയല്ലേ, നമ്മൾ എന്നും ചെയ്യുന്ന ജോലിയല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കുറച്ച് പാത്രം തേക്കൽ കൂടുതലുണ്ടാവും. കുറച്ച് കൂടി 1 മണിക്കൂർ നേരത്തെ എണീക്കേണ്ടി വരും. എന്നും അടിച്ചു വാരി തുടച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസമെങ്കിലും നമ്മളൊന്ന് അടിച്ചു വാരി തുടച്ച് ഒക്കെ വൃത്തിയാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കും.
അപ്പോൾ കുറച്ച് പണി കൂടുതലാണ്. എന്നാലും നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യുക, നമ്മുടെ കുടുംബ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക എന്ന് ഞാൻ പറയൂ. സത്യത്തിലുണ്ടല്ലോ, ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊന്നും ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല എന്ന്. ചെയ്തില്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. എന്താ ചെയ്യാത്തേ എന്ന് വേണമെങ്കിൽ ചില കാരണന്മാരോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ചോദിക്കും. പക്ഷെ അവരത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ അവർക്കാർക്കും സമയം ഉണ്ടാവില്ല. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടിയാണെന്ന് വെച്ചോളൂ, 22 വയസ്സ്, 23 അല്ലെങ്കിൽ 25 ആയിക്കോട്ടെ. അവൾക്ക് കുക്കിങ്ങൊന്നും അത്ര ശീലം ഉണ്ടാവില്ലായിരിക്കും. കാരണം അതുവരെ അമ്മയായിരിക്കും ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കുക്കിങ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൾക്കൊരു പതർച്ച വരില്ലേ. അന്നേരം കുറ്റപ്പെടുത്താൻ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അത് പഠിച്ചില്ല, അമ്മ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എന്ന്. എന്നാൽ അവൾക്കൊന്നത് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവൾ നന്നായിട്ട് ചെയ്യും. അതാരും ചിന്തിക്കില്ല. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. നമുക്ക് പറഞ്ഞു തരുന്ന അറിവ് അത് എത്രത്തോളം വിലയെന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. സ്വയം അറിയുന്നതും ഒരാൾ പറഞ്ഞു തരുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിയല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അവനവൻ മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത് കേട്ടോ. നമുക്ക് അറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കണം. കേൾക്കാൻ താല്പര്യം ഉള്ളവർക്ക് നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മൾ മാത്രം പറഞ്ഞു കൊടുത്ത് ചിലർക്ക് കേൾക്കാൻ താല്പര്യമില്ല, പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആവശ്യമുണ്ടോ? അങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ ഈ പൊങ്കലിൻ്റെ കാര്യം ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എല്ലാം അവനവന് വേണോ അവനവൻ ചെയ്യുക, അവനവൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പൊങ്കൽ ഇത് കഴിഞ്ഞു, ഞാനിത് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.